സാംസങ് M14 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 13,500 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇൻട്രോഡക്ടറി ഓഫറായിട്ട് 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോൺ കിട്ടുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M14 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. എക്സിനോസിൻ്റെ 1330 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 13,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഇതിൻ്റെ അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മികച്ചൊരു പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ഡിസ്പ്ലേയിൽ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും മാക്സിമം ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനൊക്കെയാണ് വരുന്നത്. ആ ഒരു ടൈമിൽ ഈ ഫോണിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും എടുത്തു പറയേണ്ട ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, 6000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ നിരാശപ്പെടുത്തി എന്നുള്ള സെക്ഷനിൽ ഒരു കാര്യം പറയാനുണ്ട്. അത് ആ ഒരു ടൈമിൽ നമുക്ക് പറയാം. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്യാമറ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ നിരാശപ്പെടുത്തി എന്നുള്ള ഫീച്ചേഴ്സിൽ പറയാൻ ഒരു കാര്യമുണ്ട്. അത് ആ ഒരു ടൈമിൽ നമുക്ക് പറയാം. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള 1 year സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇത് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ലഭിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിലും ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വോയിസ് ഫോക്കസ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് പുറത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സും കാര്യങ്ങളൊക്കെ റിഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഒരു 5G ഫോൺ ആയതുകൊണ്ട് നമ്മൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാത്തത് നിരാശപ്പെടുത്തി എന്നുള്ള ഫീച്ചേഴ്സിൽ പറയുന്നില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഈ ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 206 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.4mm ആണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റും തിക്നെസ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ IC സിൽവർ, ബെറി ബ്ലൂ, അതുപോലെ തന്നെ സ്മോക്കി ടീൽ എന്നിങ്ങനെ 3 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ PLS LCD ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ 4G ഫോൺസ് ആണ്. പക്ഷേ ഇത് 5G ഫോണാണ്. 5G ഫോണുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധിക ഫോണുകളിലൊന്നും AMOLED ഡിസ്പ്ലേ വരുന്നില്ല. പിന്നെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം, ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് പഞ്ച് ഹോൾ ഡിസൈനെങ്കിലും കൊടുക്കായിരുന്നു. പക്ഷേ ഈ ഫോണിൽ കുറച്ചും കൂടി പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ വരുന്നുള്ളൂ. അപ്പം അത് കുറച്ച് നിരാശപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം,
ഈ ഫോണിൽ അത്യാവശ്യം തിരക്കില്ലാത്ത ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ. പക്ഷേ ഫോണിന്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഈ ഒരു ഫോൺ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടും എന്നുണ്ടെങ്കിലും ചാർജറിന് നമ്മൾ സെപ്പറേറ്റ് പൈസ ചിലവാക്കേണ്ടി വരും. പിന്നെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ക്യാമറയിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും അത് ഞാൻ വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് എടുത്തു പറയുന്നില്ല. എന്നാലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 13,490 രൂപയാണ്. 6GB റാം വെർഷൻ്റെ വില വരുന്നത് 14,990 രൂപയാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഇൻട്രോഡക്ടറി ഓഫറാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ വില കൂടിയേക്കാം. ചിലപ്പം ഫോണിൻ്റെ വില ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എത്തിയേക്കാം. മാക്സിമം പോയാൽ ഒരു 14,500 രൂപ പ്രൈസ് റേഞ്ചിൽ, അതിലും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. ഈ ഒരു ഫോൺ ഒരു 14,000 രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനീഷ്യലി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് 13,500 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഏപ്രിൽ 21 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ വെബ്സൈറ്റ് വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് M14 5G എന്ന ഫോണിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല എക്സിനോസിൻ്റെ 1330 എന്നുള്ള പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 4 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ബാക്കി പല തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിരാശപ്പെടുത്തി എന്നുള്ള ഫീച്ചേഴ്സിന് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല, ഇങ്ങനെ ചില കാര്യങ്ങളും വരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാംസങ് M14 5G എന്ന ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ ഫോണുകൾ മാത്രം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സാംസങ് M14 5G എന്ന ഫോണിൽ വരുന്നുണ്ട്. എന്തായാലും സാംസങ്ങിൻ്റെ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് ഈ ഫോൺ എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.